ഹലോ, ഇന്നൊരു വെഡ്ഡിങ് വ്ലോഗാണ്. സാറ്റർഡേ നൈറ്റിലാണ് ഈ ഒരു മെഹന്തി ഞാൻ ഇട്ടത്. അന്ന് എടുത്ത് വെച്ച ക്ലിപ്പാട്ടോ ഇത്. ഞാൻ അത്ര പെർഫെക്റ്റ് ആയി ഇടുന്ന ആളൊന്നും അല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂട്ടോ. എൻ്റെ കയ്യിലും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുമാണ് ഞാൻ കൂടുതൽ പരീക്ഷിക്കാറ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോവാം. ഈ പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു സൽവാറാണ് ഞാൻ ഇന്ന് ഇടുന്നത്. നല്ല ഭംഗിയില്ല ഇതിൻ്റെ കളറ് കാണാനും. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാനും ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നത്. പിന്നെ ഉപ്പാൻ്റെ ബ്രദേഴ്സിൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഇന്ന് പോണത് ചാവക്കാടാട്ടോ കല്യാണം ഞങ്ങൾക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചാവക്കാട്ടിലൊരു കല്യാണം കൂടാൻ പോണത്. ഈ കല്യാണം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് ഈ കല്യാണത്തിന് പോകണം എന്നുള്ളത്. മെയിനായിട്ട് അവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് ഉമ്മയും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കാണാത്ത ഒരുപാട് റിലേറ്റീവ്സിനെ എനിക്ക് കാണുകയും ചെയ്യാം. ഫൈനലി നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. രാജാ ഹാളിൽ വെച്ചിട്ടായിരുന്നു വെഡിങ് ഉണ്ടായിരുന്നത്. വന്ന പാടിന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. വാട്ടർ മെലോണിൻ്റെ ഒരു ജ്യൂസ് ആട്ടോ കുടിച്ചത്. ഇനി നേരെ ഹാളിലേക്ക് കടന്നു. ഞങ്ങൾ എത്തിയ ടൈമിൽ അധികം റിലേറ്റീവ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാലും അറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഗാനമേളയായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം ആ പാട്ടും കേട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഫുഡിന് ടൈമായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് പോയി. സംഭവം ഇവർ പറഞ്ഞത് ശരിയാട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നേ, ഒന്നും പറയാനില്ല. പിന്നെ സ്വീറ്റ്സിൻ്റെ ടൈമായി. ഐസ്ക്രീം അതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു. അത് കുറച്ച് അധികം കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഹോളിലേക്ക് തന്നെ വന്നു. ആ സമയം നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അവരെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ അവരെല്ലാം കണ്ടു. അതിനുശേഷം ഒരു ചായയും കൂടി അങ്ങ് കുടിച്ചാലേ നമ്മുടെ വയറങ്ങ് ഫുള്ളായി കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നല്ലൊരു പാൽ ചായയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മിൽക്ക് കോഫിയും കൂടിയും കുടിച്ചു കേട്ടോ. രണ്ടും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. മിൽക്ക് കോഫിയിൽ കുറച്ച് മധുരം കൂടുതലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ എല്ലാ റിലേറ്റീവ്സിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചാവക്കാട്ടത്തെ കല്യാണ ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.